ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ഞാനിപ്പോൾ ഇറങ്ങി വരുന്നത് ടെറസിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ. പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ടെറസിൻ്റെ മുകളിൽ ചെറിയൊരു വിശേഷമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതായിരുന്നു. അതെന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതിന് മുകളിൽ നിൽക്കുമ്പോഴാണ് കിച്ചണിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര വെട്ടുന്നതും തട്ടുന്നതും എന്തൊക്കെയോ കുറേ ആളുകളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൻ്റെ വാതിലൊന്ന് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതേ കാണുന്ന കാഴ്ച ഇതാണ്. ഇതിൻ്റെ സൗണ്ടാണ് ഞാൻ മുകളിൽ നിന്നപ്പോൾ കേട്ടത് കേട്ടോ. ഇത് വെട്ടുന്ന സൗണ്ടാണ് ഞാൻ നേരത്തെ കേട്ടത്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ വെട്ടത്തിയെടുത്ത് വെറുതെ ഒരു മരക്കഷ്ണം വെട്ടി പൊളിക്കാറില്ല കേട്ടോ. ഇത് പനയാണ്. എവിടെ ഒരു പന മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഷ്ണം കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് വെട്ടാണ്. ഇത് എന്തിനാണ് വെട്ടുന്നതെന്ന് വെച്ചാൽ പൊടിക്ക് വേണ്ടിയിട്ടാണ്. പനംപൊടിയെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പനംപൊടി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. ഇതിങ്ങനെ വെട്ടി 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 ദേ ആ ചെറിയ ചെറിയ പൊടി പൊടി പോലെ താഴെ വീഴുന്നില്ലേ? അതല്ല കേട്ടോ, അതിന്ന് വീണ്ടും കുറേ പണിയെടുക്കാനുണ്ട്. അതിന്ന് പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ ഇങ്ങനെ വെട്ടി 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 ഇതാ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണേ. 2-3-4 പേരുണ്ട് കേട്ടോ ഇതിന് ചുറ്റും. പക്ഷെ അവരൊന്നും ഇതിൽ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരൊന്നും കാണിക്കാത്തതേ. ഈ വെട്ടല് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. അത് ഇരുന്നിങ്ങനെ വെട്ടി 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 നുറുക്കി നുറുക്കി എടുക്കണം. എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയി കൊടുത്താൽ അത് പൊടിച്ച് കിട്ടും. നമ്മൾ കുറച്ചൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്താൽ മതി. ഇത് 2-3 വീട്ടുകാർ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഒരു പേടി കേട്ടോ. മിക്സി കേടുവരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കുറച്ച് എല്ലാവരും കൂടെ ചേർന്നെടുക്കുമ്പോൾ കുറച്ചല്ലേ വരുള്ളൂ. അപ്പം മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് വെട്ടി വെട്ടി ആകുന്നത് എടുത്ത് എന്നെ കൊണ്ടുപോയി പൊടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തെ വെട്ടലുകൾക്കൊടുവിൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് അത് വെട്ടിയപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചതേ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ച് നേരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനിയും ഇതുമ്പോൾ കുറച്ച് പണിയെടുക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ പൊടിച്ച് ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇതുകൊണ്ട് മറ്റൊരു പരിപാടിയുണ്ട്. അപ്പം പൊടിക്കുന്നത് ഇതുപോലെ ഒരു ചെമ്പട്ടിയിലേക്ക് കൊടുന്ന് ഇടുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനി ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഒരു വലിയ ചെമ്പിൽ തുണി കെട്ടി വെള്ളമൊഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞങ്ങട് എടുക്കുക. അതിൻ്റെ പൊടികളെല്ലാം ആ വെള്ളത്തിലേക്ക് ആവണം. ഇത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചണ്ടി കിട്ടും കേട്ടോ. അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ പൊടി മാത്രമാണ് എടുക്കുക. ഇത് പൊടി മാത്രമായിട്ടല്ല കിട്ടുക, വെള്ളത്തിൽ കലർന്നാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി ആ വെള്ളം നമുക്ക് ഒഴിവാക്കിയെടുക്കണം. ഇതുപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ എല്ലാം. അപ്പോൾ ഇതുപോലെ കൊത്തിയെടുത്ത് പൊടിച്ചിട്ടുള്ള എല്ലാ പൊടിയും ഇതുപോലെ ചെയ്തെടുക്കണം. അങ്ങനെ കുറേ സമയത്തെ പിഴിയലിന് ശേഷം നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് കിട്ടിയത് ഈ ഒരു പരുവത്തിലാണ്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒരു ദിവസം വരെ ഇതുപോലെ വെക്കണം. അടച്ച് ഇതുപോലെ വെക്കണം. ഒരു ദിവസം മുഴുവനും വെക്കണം. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ അടിയിലോട്ട് വരും. ആ പൊടിയാണ് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പൊടി എന്ന് പറയുന്നത്. ഇത് മുഴുവൻ അതിൽ വേസ്റ്റാണ് കേട്ടോ. ഇത്രയും നമ്മൾ പിഴിഞ്ഞെടുത്തതാണ്. അതിൻ്റെ വേസ്റ്റാണിത്. ഇതൊന്നിനും പറ്റില്ല, ഇത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇനി ഒരു ദിവസം മുഴുവനും നമുക്ക് അടച്ചു വെക്കണം. ഇനി നമുക്ക് നാളെ നോക്കാം. പിറ്റേ ദിവസം അതെടുത്ത് അതിലെ വെള്ളമൊക്കെ കളയുന്നുണ്ട് കേട്ടോ. വെള്ളം കളഞ്ഞ് പകുതി ആയപ്പോഴാണ് ഞാൻ എത്തിയത്. അതിൻ്റെ അടിയിലൊരു പൊടി കണ്ടോ? അതാണ് പനംപൊടി എന്ന് പറയുന്നത്.
അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇനിയും വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വീണ്ടും അതുപോലെ വെക്കുക. പൊടി അടിയിൽ ഊറി വരുമ്പോൾ അത് വീണ്ടും വെള്ളം കളഞ്ഞു കൊടുക്കുക. ഇതിനി ഒരു ദിവസം മുഴുവൻ വെക്കണമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊടി അടിയിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ. അതായത് അതിൻ്റെ തവിടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ആ മുകളിൽ കണ്ടോ ബ്രൗൺ കളറിൽ, അതൊക്കെ അതിൻ്റെ തവിടാണ്, അതൊക്കെ കളയണം. അപ്പോൾ നമുക്ക് നല്ല വെള്ള കളറിലുള്ള പൊടി കിട്ടും. അത് വീണ്ടും പൊടിയൊക്കെ ഒന്നും കൂടെ കലക്കി കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഇത് വലിയ ചെമ്പിൽ നിന്ന് ചെറിയ ചെമ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണേ. ഇത് കുറച്ച് സമയം ഇതുപോലെ വെക്കണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അതിലെ വെള്ളവും ഇതുപോലെ കളയാണ്. കണ്ടോ അതിൻ്റെ തവിട് കണ്ടോ മുകളിൽ പോകുന്നത്. അങ്ങനെ ഇതുപോലെ എല്ലാ തവിടും പോകണം കേട്ടോ. ഇങ്ങനെ 2-3-4 പ്രാവശ്യം ചെയ്യണേ. അടിയിലെ പൊടി നോക്കിയേ, നേരത്തെ തന്നെ കാട്ടിലും ഒന്നും കൂടെ കളർ ഇട്ടിട്ടുണ്ടല്ലേ, വെള്ള കളറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ തവിടും കളഞ്ഞെടുക്കുക. അങ്ങനെ ഒരു 2-3-4 പ്രാവശ്യം അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. തവിട് എത്രത്തോളം കളയാൻ പറ്റുമോ അത്രത്തോളം കളഞ്ഞെടുക്കുക. ഇതാണ് പനം പൊടി. ഉമ്മ ഇപ്പോൾ ഇത് അയൽഭാഗത്തുള്ള കുറച്ച് പേർക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പാത്രങ്ങളിൽ ഇങ്ങനെ ആക്കുകയാണേ. നമുക്കിത് ഇപ്പം തന്നെ നമുക്ക് വെച്ച് കഴിക്കാം. ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് അത് കയറിയിട്ട് കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് കേട്ടോ. ഇതെടുത്തിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ എടുത്തു വെക്കാം. നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് വെച്ച് കഴിക്കാം കേട്ടോ. ഇത് നമുക്ക് എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നന്നായിട്ട് ഉണക്കിയെടുക്കാം. വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് കുറച്ച് കാലമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനേക്കാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിയാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.